പാവപ്പെട്ട ജനങ്ങളെ മതത്തിന്റെ പേരിൽ പറഞ്ഞ് തല്ലിപ്പിച്ച് വലിയ രീതിയിലേക്ക് പ്രശ്നമുണ്ടാക്കി ഇപ്പൊ പാവപ്പെട്ട ജനങ്ങളെ നല്ല രീതിയിലേക്ക് ഊറ്റുന്നുണ്ടോ? ശരിക്കും ഊറ്റുന്നുണ്ട്, നന്നായിട്ട് ഊറ്റുന്നുണ്ട്. നിങ്ങള് നല്ലൊരു മോദി അനുകൂലിയായിരുന്നു. കാര്യം മോദി സാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലേക്ക് ജനങ്ങളെ നോക്കും എന്നുള്ളൊരു പ്രതീക്ഷ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അന്ന് നിങ്ങൾ മോദി അനുകൂലിയാന്ന് എന്നോട് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇന്നത് മാറ്റി പറയാൻ സാഹചര്യം ഉണ്ടോ? സാഹചര്യം ഉണ്ട്. മോദി സർക്കാർ ഒരിക്കൽ പ്രാവശ്യം ഭരിക്കട്ടെ എന്ന് മാത്രമല്ല, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായപ്പോൾ അടിച്ചൊതുക്കണം എന്ന് പറഞ്ഞ ആളാ ഞാൻ. ജനങ്ങളെ പറ്റിക്കുന്നുണ്ടോ ഇപ്പൊ നല്ലോണം? നന്നാക്കി പറ്റിക്കുന്നുണ്ട്. അതായത് ഈ 110 രൂപ കൂട്ടിയതിൽ പ്രശ്നമില്ല. ഇല്ല, ഒരു 200 രൂപ കൂട്ടിയ പ്രശ്നം ഉണ്ടാവോ? 200 കൂട്ടിയാലും പ്രശ്നമില്ല. 200 കൂട്ടിയാലും പ്രശ്നമില്ല. അത് 300 കൂട്ടിയാലോ? അതൊക്കെ ജാസ്തിയാവും. അപ്പൊ എന്താ 300 കൂട്ടിയ ജാസ്തി എങ്ങനെ ആവുക? പാവപ്പെട്ട ആളുകളൊന്നും നോക്കണ്ട, 100 രൂപ 200 രൂപ 300 രൂപ കൂട്ടാം അല്ലേ? ആണ്. എന്തിനാണ് നമ്മുടെ രാജ്യ പുരോഗതിക്ക് അല്ലേ? ആണ്, ആണല്ലേ? മോദി സർക്കാരിന്റെ ഭരണത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. നല്ല അഭിപ്രായം അല്ലേ? അടിപൊളി ഭരണം അല്ലേ? അല്ലേ? ചായക്ക് 12 രൂപ, കടിക്ക് 20 കുറഞ്ഞ കടിയില്ല. നമ്മൾ ഹോട്ടലിൽ കയറി 20 രൂപ കടി. പണ്ടൊക്കെ നമുക്ക് ഒരു 20 രൂപ ഉണ്ടെങ്കിൽ നിത്യചെലവ് രാവിലത്തെ കഴിയുന്നു. കേന്ദ്രം അറിയില്ല, കേരളം അറിയില്ല, ആരും അറിയില്ല. ജനങ്ങളുടെ ദുരിതത്തിൽ തന്നെ. കേന്ദ്ര സർക്കാരിന്റെ ഭരണം എങ്ങനെയാ? ഞാൻ ഓരോ എന്ത് പറയാനാ, നമ്മളെപ്പോലുള്ളവരൊക്കെ പരമ തെണ്ടികളായി മാറി. അപ്പൊ ആത്മഹത്യ അങ്ങനെ ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. ഒരു വഴിയിൽ എടുത്തേച്ച് പോവാണ്. വളരെ ദയനീയ അവസ്ഥയാണ് ജീവിതം. വോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ റൈറ്റാണ്, നമ്മളെ ഭരിക്കാൻ ഭരണഘടനാപരമായി നമ്മളെ ഭരിച്ചോളാം, നമ്മളെ ട്രീറ്റ് ചെയ്തോളാനുള്ള ഒരു അഗ്രിമെന്റിലാണ് നമ്മൾ ഓരോരുത്തരും വോട്ട് ചെയ്യുന്നത്. ആ വോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രതികരിക്കാനുള്ള നമ്മളെ ഏക ഒരു മാർഗ്ഗം അതുള്ളൂ. ഇല്ലെങ്കിൽ വേറെ ഒന്നുണ്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ തിരിച്ചു വിളിക്കാനുള്ള ഒരു അധികാരം നമുക്കുണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യണം. പല ആളുകൾക്കൊന്നും അതിനെപ്പറ്റി അറിയില്ല. ഈ ഭരണത്തിലേറിയ അവന്മാരെ തിരിച്ചു വിളിക്കാനുള്ള അവകാശം നമുക്കുണ്ട്, നമ്മൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലേ? അപ്പൊ എന്തായാലും 100-200 കൂട്ടിയാൽ പ്രശ്നമില്ല. അടിപൊളി വരണം. 100-200 കൂട്ടിയാലും പ്രശ്നമില്ല. 300 ആക്കരുത് അല്ലേ? 300 ആക്കരുത്. 300 ആക്കിയാൽ കുറച്ച് പ്രയാസം ഉണ്ടാവില്ലേ? ഒരു 500 ആക്കിയാലോ? അതൊന്നാക്കാൻ പറ്റില്ല. ഇല്ല, 100 ആക്കിയാൽ പ്രശ്നമില്ല. 110 രൂപ എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് പറയുക? 50 പൈസ 10 പൈസ 1 രൂപയല്ല, 110 രൂപ ഒരാളുടെ കയ്യിൽ നിന്നാണ് കൊള്ളയടിക്കുന്നത്. നമസ്കാരം. പുതുവർഷമായതിനാൽ മോദി സർക്കാർ വാണിജ്യ സിലിണ്ടറിന് കൂട്ടിയത് 110 രൂപ. ഒരു കാലി ചായ വരെ കുടിക്കുമ്പോൾ സാധാരണക്കാരന്റെ വയറ്റത്തടിക്കുന്ന രീതിയിലേക്കാണ് ഇത്തരം വിലക്കയറ്റങ്ങൾ സംഭവിക്കുക. ഇത്തരം രീതിയിലേക്ക് പോയാൽ എന്താവും ഇന്ത്യയുടെ അവസ്ഥ? ഇനി ജനങ്ങൾ പറയട്ടെ. എങ്ങനെയാണ് ജനങ്ങൾ ഇവിടെ ജീവിക്കുക? ഇവിടെ ജീവിക്കാൻ യാതൊരു മാർഗവും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഇപ്പൊ നടക്കുന്നത്. കാരണം വാണിജ്യ സിലിണ്ടറിന് വില കൂട്ടിക്കഴിഞ്ഞാൽ അത് മാർക്കറ്റിനെ ബാധിക്കും. മാർക്കറ്റിലുള്ള സാധനത്തിനും ഭക്ഷണ സാധനത്തിനും മൊത്തം വർദ്ധിക്കും. അത് ജീവിതം ദുസ്സഹമാക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയമില്ല. ഒരിക്കലും വാണിജ്യ സിലിണ്ടറിനോ അല്ലെങ്കിൽ ഗാർഹിക സിലിണ്ടറിനോ വില കൂട്ടാൻ പാടില്ല. എല്ലാ ഗവൺമെന്റുകളും എന്താ ചെയ്യേണ്ടത്? ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വിലയിൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത വില എടുത്തുകൊണ്ട് സാധാരണക്കാരന് താങ്ങാവുന്ന രീതിയിലുള്ള ഒരു വില നിശ്ചയിച്ചിട്ട് സിലിണ്ടർ കൊടുക്കുക വേണ്ടത്. 50 പൈസ പെട്രോളിന് കൂടിയപ്പോ വടം വലിച്ചു അല്ലെങ്കിൽ വണ്ടി തള്ളിയിരുന്ന ആളുകളാണ് ഇവിടെ. 50 പൈസ, അതായത് 110 രൂപ ഒരു സിലിണ്ടറിന് കൂട്ടുമ്പോ കോടിക്കണക്കിന് ജനങ്ങളുടെ കയ്യിൽ നിന്ന് എത്ര കോടി ഒരു കൊള്ളയടിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? അതായത് നോക്കിയേ, 50 പൈസ പെട്രോളിന് കൂടിയപ്പോ സമരം ചെയ്ത കുറെ ആളുകളുണ്ട് ഇവിടെ. അവർക്കൊന്നും ഇപ്പൊ ബാധ്യതയില്ല. അതായത് കൂട്ടിക്കോട്ടെ എന്നാണ് പറയുന്നത്. ഇതിൽ വേറെ വിഷയം പറയേണ്ടത്, 50 പൈസ പെട്രോളിന് കൂട്ടിയപ്പോ അതേ സമയത്ത് 100 രൂപ 110 രൂപ സിലിണ്ടറിന് കൂട്ടുമ്പോ കോടിക്കണക്കിന് ജനങ്ങളുണ്ട് ഇവിടെ. കൊള്ളയടിക്കുന്നതിന് മര്യാദ ഇല്ലാത്ത ലെവലിൽ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുക. ചോദിക്കാൻ ആരും പറയാൻ ആരും ഇല്ല എന്നുള്ള കണ്ടീഷനിലേക്കാ. എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ 100% ശരിയാ. കാരണം എന്ന് വെച്ചാല് ജനങ്ങളുടെ നികുതി പണം എങ്ങനെ വസൂലാക്കി ഭണ്ഡാരത്തിൽ എത്തിക്കുകയും അത് എങ്ങനെ കട്ടുമുടിക്കാൻ കഴിയും എന്നുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ സർക്കാർ. എനിക്ക് ഈ സാഹചര്യത്തിൽ ഒരു കാര്യം തുറന്നു പറയാനുണ്ട്. നിങ്ങൾ നല്ലൊരു മോദി അനുകൂലിയായിരുന്നു. കാര്യം മോദി സാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലേക്ക് ജനങ്ങളെ നോക്കും എന്നുള്ള പ്രതീക്ഷ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അന്ന് നിങ്ങൾ മോദി അനുകൂലിയാന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇന്നത് മാറ്റി പറയാൻ സാഹചര്യം ഉണ്ടോ? സാഹചര്യം ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പം ഈ കൂട്ടിയത് കൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ പറയേണ്ടി വരുന്നത്. ഇതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും പിന്നെ ജനങ്ങളെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോഴത്തെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്നോട് പറഞ്ഞത് മോദി സർക്കാർ ഒരു തവണ ഭരിക്കട്ടെ, അത് നോക്കട്ടെ എന്നാ പറഞ്ഞത്. ഇപ്പൊ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? മോദി സർക്കാർ ഒരിക്കൽ പ്രാവശ്യം ഭരിക്കട്ടെ എന്ന് മാത്രമല്ല, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായപ്പോൾ അടിച്ചൊതുക്കണം എന്ന് പറഞ്ഞ ആളാ ഞാൻ. ജനങ്ങളെ പറ്റിക്കുന്നുണ്ടോ ഇപ്പൊ നല്ലോണം? നന്നാക്കി പറ്റിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉറപ്പാണ്. പാവപ്പെട്ട ജനങ്ങളെ മതത്തിന്റെ പേരിൽ പറഞ്ഞ് തല്ലിപ്പിച്ച് വലിയ രീതിയിലേക്ക് പ്രശ്നമുണ്ടാക്കി ഇപ്പൊ പാവപ്പെട്ട ജനങ്ങളെ നല്ല രീതിയിലേക്ക് ഊറ്റുന്നുണ്ടോ?
ശരിക്കും ഊറ്റുന്നുണ്ട്, നന്നായിട്ട് ഊറ്റുന്നുണ്ട്. ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇത്രയും വില കൂട്ടിയിട്ട് വാണിജ്യ സിലിണ്ടറിന് 110 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ 110 രൂപ എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് പറയുക? 50 പൈസ 10 പൈസ 1 രൂപയല്ല, 110 രൂപ ഒരാളുടെ കയ്യിൽ നിന്നാണ് കൊള്ളയടിക്കുന്നത്. ഒരു സിലിണ്ടറിന് മുകളിൽ 110 രൂപ കൊള്ളയടിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ജനങ്ങളുടെ മുകളിലാണ് ആ ഭാരം മുഴുവൻ വരുന്നത്. ഇവിടെ ഇറങ്ങിയിരിക്കുന്ന എല്ലാ ഭക്ഷണ സാധനത്തിനെയും വില കൂട്ടേണ്ടി വരും, എല്ലാ വാണിജ്യ വസ്തുക്കളുടെയും വില കൂട്ടേണ്ടി വരും. എല്ലാം ദുസ്സഹമായിരിക്കുക ജീവിതം തന്നെ. നിങ്ങൾ ശരിക്കും മോദി സർക്കാർ അധികാരത്തിൽ വരണം എന്ന് വലിയ രീതിയിലേക്ക് ആശിച്ച ആളാ, വലിയ രീതിയിലേക്ക് പാവങ്ങൾക്ക് നീതി കിട്ടുമെന്ന് ആലോചിച്ച ആളാ. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു. ഈ അടുത്ത ദിവസങ്ങൾ മുമ്പേ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായപ്പം അതിന് ഞാൻ എതിർത്ത് കഴിഞ്ഞിട്ട് പാകിസ്ഥാൻ അടിച്ചൊതുക്കണം എന്ന് പറഞ്ഞ ആളാ. ഇപ്പൊ എനിക്ക് തോന്നുന്നത് മോദി സർക്കാർ വളരെ പരാജയമാണെന്നാണ്. പാവപ്പെട്ട ജനങ്ങളെ കൊള്ളയടിക്കാൻ അല്ലേ? പല വിഷയങ്ങളും പറഞ്ഞ് ജനങ്ങളെ മാറ്റി, മനസ്സ് മാറ്റി, പല വിഷയങ്ങളും പറഞ്ഞ് ജനങ്ങളെ അതിൽ നിന്ന് തിരിച്ചുവിട്ട് കൃത്യമായി കൊള്ളയടിയല്ലേ? കൊള്ളയടിക്കാൻ പറയാനില്ല, വെറും കൊള്ളയടിക്കുന്നത്. BJP അനുയായികളോട് ഏതെങ്കിലും ഒരു BJP അനുയായി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവോ? ജനങ്ങൾ മനസ്സിലാക്കട്ടെ എന്നല്ലാതെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ജനങ്ങൾ മനസ്സിലാക്കട്ടെ, അല്ലാണ്ട് നമ്മൾ പറഞ്ഞത് കൊണ്ട് BJPക്കാര് മോശക്കാരാവുകയോ നന്നാവുകയോ ചെയ്യുന്നില്ല. ഞാൻ പറയുന്നത്, ഞാൻ എപ്പോഴെങ്കിലും മോദി സർക്കാരിനെ മോശമായി പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട്? ഞാൻ പറഞ്ഞത് പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാരിനെയും കേരള സർക്കാരിനെയും അധികാരത്തിലേറ്റുന്നത് ആണല്ലോ. അത് പാവപ്പെട്ടവർക്ക് സ്മൂത്തായി അല്ലെങ്കിൽ സുഖമായി ജീവിച്ചു പോകാനുള്ള അവസരം ഒരുക്കുക എന്നുള്ളതാണ്, അവരെ കൊള്ളയടിക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതല്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. അതെ, തീർച്ചയായിട്ടും മോദി സർക്കാർ ശരിക്കും കൂട്ടിയത് പാവപ്പെട്ട ഹോട്ടൽ ഉടമകൾ അടക്കം ഉള്ള ആളുകൾക്ക് 110 രൂപ ഒരു സിലിണ്ടർ. എന്താ പറയാനുള്ളത്? 110 വലിയ ചാർജ് ഒന്നും അല്ലല്ലോ. 110 കൂട്ടാം. എന്തുകൊണ്ടാണ് 110 കൂട്ടാന്ന് പറയുന്നത്? എല്ലാത്തിനും വിലകൾ കൂടുതലും ഇതല്ലേ, അപ്പം 110 കൂടുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇല്ല, വലിയ കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് 110 രൂപ കൂട്ടാമെന്നാണ് നിങ്ങൾ പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? സാധാരണ ഇപ്പൊ എല്ലാ സാധനങ്ങൾക്കും ഒക്കെ വിലകളും കാണണേ. പിന്നെ അതുകൊണ്ട് കൂട്ടുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. അതായത് ഈ 50 ഒരു 1 രൂപയല്ല, 110 രൂപ ഒരൊറ്റ സിലിണ്ടറിനാണ് കൂട്ടുന്നത് പാവപ്പെട്ട ഈ ഹോട്ടൽ ഉടമകൾക്ക്. ഒറ്റ സിലിണ്ടറിന് അത് കൂട്ടാന്നാ നിങ്ങൾ പറയുന്നത് അല്ലേ? കൊടുക്കാൻ അവര് പറ്റൂലേ? കൊടുക്കാൻ പറ്റൂലേ? ഈ പെട്രോളൊക്കെ ശരിക്കും 50 രൂപയ്ക്ക് പെട്രോളിനൊക്കെ വില കൂടുതലാണോ ശരിക്കും? പെട്രോള് വില ഇപ്പം മിതമായ ഇതാണ് ആണല്ലേ? ഗ്യാസിനൊക്കെ വില മിതമാണല്ലേ? കുറച്ചുകൂടെ കൂട്ടിയാൽ കുഴപ്പമില്ല. കുറച്ചുകൂടെ കൂട്ടി കൊടുക്കാം. അതായത് നല്ല രീതിയിലേക്കാണ് മോദി സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട ആളുകൾക്ക് ഇപ്പൊ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇല്ല, വളരെ സുന്ദരമായി കഴിഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ? ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ലല്ലേ? ഈ പെട്രോളൊക്കെ ഈ 50 രൂപയ്ക്ക് തരാന്ന് പറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു നമുക്കല്ലേ? പെട്രോൾ 50 രൂപയ്ക്ക് തരാന്ന് പറഞ്ഞായിരുന്നു. തരാൻ പറ്റൂല. അതായത് ഈ 110 രൂപ കൂട്ടിയതിൽ പ്രശ്നമില്ല. ഇല്ല, ഒരു 200 രൂപ കൂട്ടിയ പ്രശ്നം ഉണ്ടാവോ? 200 കൂട്ടിയാലും പ്രശ്നമില്ല. 200 കൂട്ടിയാലും പ്രശ്നമില്ല. അത് 300 കൂട്ടിയാലോ? അതൊക്കെ ജാസ്തി ആവും. അപ്പൊ എന്താ 300 കൂട്ടിയ ജാസ്തി എങ്ങനെ ആവുക? ഇപ്പോഴത്തെ 200 കുഴപ്പമൊന്നുള്ള കാര്യം. 200 കുഴപ്പമില്ല. അതായത് നിങ്ങൾക്ക് അത്യാവശ്യം സമ്പാദ്യം വരുന്നുണ്ടല്ലേ? പാവപ്പെട്ട ആളുകളൊന്നും നോക്കണ്ട. 100 രൂപ 200 രൂപ 300 രൂപ കൂട്ടാം അല്ലേ? ആണ്. എന്തിനാണ് നമ്മുടെ രാജ്യ പുരോഗതിക്ക് അല്ലേ? ആണല്ലേ? മോദി സർക്കാരിന്റെ ഭരണത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം അല്ലേ? അടിപൊളി ഭരണമല്ലേ? അല്ലേ? അദ്ദേഹം ഇല്ലെങ്കിൽ ശരിക്കും മോദി സർക്കാർ എന്നുള്ള ആളില്ലെങ്കിൽ ശരിക്കും നമ്മളെ ഭാരതം ഉണ്ടാവുമായിരുന്നോ? ഭാരതം ഇപ്പൊ നല്ലതില്ലാണ്. രാജ്യങ്ങളുടെ ഇടയിൽ നല്ല മതിപ്പാണ്. ഈ ആളുകളുടെ ഇടയിലൊക്കെ അടിയും പിടിയും ക്രിസ്മസ് ആഘോഷമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കലും ഒക്കെ നല്ല സംഭവങ്ങളാണ്. അത് വേറെ, അത് പ്രശ്നങ്ങൾ വേറെ. അത് പ്രശ്നമാണ് വേറെ. അത് ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലേ? അത് പ്രശ്നങ്ങൾ വേറെ. അത് മോദിന്റെ തൊണ്ടല്ലോ. അല്ല, മോദിയല്ല. അപ്പൊ മോദി ഒരു പ്രാവശ്യം ചെയ്യരുതെന്ന് പറഞ്ഞില്ല. ഇല്ല. അപ്പൊ എന്തായാലും 100 200 കൂട്ടിയാൽ പ്രശ്നമില്ല. അടിപൊളി വരണം. 100 200 കൂട്ടിയാലും പ്രശ്നമില്ല. 300 ആക്കരുത് അല്ലേ? 300 ആക്കരുത്. 300 ആക്കിയാൽ കുറച്ച് പ്രയാസം ഉണ്ടാവില്ലേ? ഒരു 500 ആക്കിയാലോ? അതൊന്നാക്കാൻ പറ്റില്ല. ഇല്ല, 100 ആക്കിയാൽ പ്രശ്നമില്ല. 200 വേണേലും കൊടുത്തോട്ടെ അല്ലേ? പാവപ്പെട്ട ആളുകളല്ലേ അല്ലേ? അവര് ജയിച്ചു പോകട്ടെ അല്ലേ? അയാൾക്ക് കുറെ ചെലവുണ്ടല്ലോ. അല്ല, ഈ മോദി സാർക്ക് കുറച്ച് ചെലവുണ്ടല്ലോ. ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എങ്ങനെ നല്ല വരുമാനത്തിനനുസരിച്ച് നല്ല കാര്യം. അതെ, ജനങ്ങളെ കൊള്ളയടിച്ച് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഇല്ല, നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. നല്ല കാര്യം ചെയ്യുന്നുണ്ട്. കൊള്ളയടിക്കുകയല്ല, വളരെ സോഫ്റ്റ് ആയിട്ടാണ്. അതായത് പെട്രോളിന്റെ വില ആയാലും ഗ്യാസിന്റെ വില ആയാലും മറ്റു ഇപ്പൊ കൂട്ടിയ 110 ആയാലും 110 പോരാന്നാ നിങ്ങൾ വീണ്ടും പറയുന്നത് അല്ലേ? 110 പോരാ, ഒരു 200 കൂട്ടാം അല്ലേ? നിങ്ങൾക്ക് ശരിക്കും നല്ല സ്ഥാനത്തിരുത്തേണ്ട ആളാണ് നിങ്ങൾ.
ശരി thank you. അല്ല നല്ല സ്ഥാനത്തിരിക്കേണ്ട ആളാണ്. ചായക്ക് 12 രൂപ, ആ. കടിക്ക് 20 കുറഞ്ഞ കടിയില്ല. നമ്മൾ ഹോട്ടലിൽ കയറി 20 രൂപ കടി. ആ. പണ്ടൊക്കെ നമുക്ക് ഒരു 20 രൂപ ഉണ്ടെങ്കിൽ നിത്യചെലവ് രാവിലത്തെ കഴിയുന്നു. ആ. ഇപ്പൊ രാവിലെ 40 രൂപയാണ് ചായ കുടിച്ചാൽ പുറത്തിറങ്ങുന്നത്. 40 രൂപ ശരി. അല്ലെങ്കിൽ 35 രൂപ. ആ. ആ ചില്ലറ 32-37 ചില്ലറ നമുക്ക് കിട്ടുന്നതുമില്ല. പിന്നെ വൈകുന്നേരമാണ് അതേ സ്ഥിതി. ആ. ഉച്ചയ്ക്ക് ഒരു ഊണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ 60 രൂപ കുറഞ്ഞ ഊണ് ടൗണിൽ എവിടെയും കിട്ടാനില്ല. 110 രൂപ സിലിണ്ടറിന് കൂട്ടിയത് കൂടുതലാണോ കുറവാണോ എന്ന് എന്റെ ചോദ്യം. കൂടുതലാണ്. മുൻപ് സാധാരണ ഗ്യാസിന്, നിങ്ങളൊരു BJP അനുയായിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു, മുൻപ് ഒരു സാധാരണ ഗ്യാസിന് എത്ര രൂപയായിരുന്നു വില ഉണ്ടായിരുന്നത്? പണ്ട് വീട്ടിലെ 800 ചില്ലറ രൂപയാണ്. 800 ചിലല്ല, 300 രൂപ ഉണ്ടായിരുന്ന ഒരു ഗ്യാസിന് ഇന്ന് 900 ചില രൂപയില്ലേ? എങ്ങനെ സംഭവിച്ചു ഇത്? വിലവർദ്ധനവേ ഇത് ആദ്യഘട്ടത്തിൽ ആരും എതിർത്തില്ലല്ലോ. ഇപ്പൊ 900 ചില്ലറ എതിർത്ത കാര്യമുണ്ടോ? ആരും സമരം നടത്തിയതിനോടെ സമരം നടത്തണോ ശരിക്കും ഇത് കുറയാണെങ്കിൽ? അതെ, ഞാൻ ചോദിക്കുന്നത് ഇതൊരു തട്ടിപ്പാണ് അല്ലെങ്കിൽ കൊള്ളയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കൊള്ളയാണ്. കൊള്ളയാണോ? നിങ്ങൾ BJP അനുയായിയാണ്, എന്തുകൊണ്ട് കൊള്ളാന്ന് പറയുന്നു? ജീവിതം ഭയങ്കര കഠിനത്തിലാ പോണെ ഇപ്പൊ. ആണോ? ആ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എല്ലാ കാര്യത്തിലും എന്തിനാ ഇപ്പൊ വില കുറവുള്ളത്? ഇപ്പൊ തന്നെ വില കൂടുതൽ തന്നെയല്ലേ ഉള്ളൂ. എങ്ങനെ ജീവിക്കൂ? ആരെ എതിർക്കണ്ടതിന്? ഒരു സോഷ്യൽ മീഡിയ പോലെ ഇതിനെ എതിർക്കില്ലല്ലോ. ആർക്കും നേരമില്ലല്ലോ. നിങ്ങൾ ഞാനും അടക്കം സംസാരിക്കുന്നത് എതിർപ്പാണ്. പക്ഷെ നമ്മൾ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത് ഗവൺമെന്റ് അറിയിക്കണ്ടേ? ആരാ അറിയിക്കുന്നത്? കേന്ദ്രം അറിയില്ല, കേരളം അറിയില്ല, ആരും അറിയില്ല. ജനങ്ങളുടെ ദുരിതത്തിൽ തന്നെ. കേന്ദ്ര സർക്കാരിന്റെ ഭരണം എങ്ങനെയാ? ഞാൻ ഓർ പറഞ്ഞിട്ട് എന്ത് പറയാനാ, നമ്മളെപ്പോലുള്ളവരൊക്കെ പരമ തെണ്ടികളായി മാറി. കാരണം നമുക്കിപ്പോൾ ഒരു 10-500 രൂപ ആകെ ജോലി ചെയ്താൽ കിട്ടുന്ന പൈസ, അതിൽ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മളെ പോക്കറ്റ് കാലം വീണ്ടും കടാണ്. അപ്പോൾ ആത്മഹത്യ എങ്ങനെ ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. ഒരു വഴിയിൽ എടുത്തേച്ച് പോവാണ്. വളരെ ദയനീയ അവസ്ഥയാണ് ജീവിതം. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതി, യഥാർത്ഥ സ്ഥിതി. പിന്നെ ആരും പുറത്ത് പറയാൻ മടിക്കുകയാണ് എല്ലാവരും. കാരണം എന്താ വെച്ചാൽ നമ്മളെ അവസ്ഥ ആ രീതിയിലാണ്. മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കളിയൊക്കെയാണ്. കാരണം രാവിലെ എന്നും വീട്ടിൽ നിന്ന് കുളിച്ച് ഇസ്തിരി ഇട്ടിട്ട് പണിക്ക് വരികയാണ്. പണി കഴിഞ്ഞ് പോണ സമയത്ത് ഫുള്ള് ടെൻഷനായിട്ടാണ് പോണത്. വീട്ടിൽ ചെല്ലുന്ന സമയത്ത് പെണ്ണേറ്റും മക്കളേറ്റൊക്കെ കച്ചറേ. കാരണം വെച്ചാൽ അവർ പറയുന്ന സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയിലല്ല ഇപ്പൊ ജീവിതം പോണത്. ഒറ്റയടിക്ക് ഒരു സിലിണ്ടർ 110 രൂപ കേട്ടോ. 110 രൂപ. അത് ഇനി ജനങ്ങൾ സാധാരണക്കാരൻ ജീവിക്കേണ്ട, ഇവിടെ മുതലാളിമാർ മാത്രം ജീവിച്ചാൽ മതി. അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇനി എന്ത് പറയാനാണ്? എല്ലാവരും സ്ഥിതിയും വളരെ ദയനീയാവസ്ഥയാണ്. ആരും ഒന്നും മിണ്ടാതെ അങ്ങനെ പോകണമെന്നുള്ളൂ. ഇത് നമുക്ക് പറയാനുള്ളൂ. നമ്മുടെ ജീവിതം വഴിമുട്ടിരിക്കുന്നത്. ഇത് മാറ്റം വരണം, വന്നേ മതിയാവും. പക്ഷെ എന്തായാലും വരുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോണത്. വോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ റൈറ്റാണ്, നമ്മളെ ഭരിക്കാൻ ഭരണഘടനാപരമായി നമ്മളെ ഭരിച്ചോളാം, നമ്മളെ ട്രീറ്റ് ചെയ്തോളാനുള്ള ഒരു അഗ്രിമെന്റിലാണ് നമ്മൾ ഓരോരുത്തരും വോട്ട് ചെയ്യുന്നത്. ആ വോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രതികരിക്കാനുള്ള നമ്മളെ ഏക ഒരു മാർഗ്ഗം അതുള്ളൂ. ഇല്ലെങ്കിൽ വേറെ ഒന്നുണ്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ തിരിച്ചു വിളിക്കാനുള്ള ഒരു അധികാരം നമുക്കുണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യണോ? ആർക്കെങ്കിലും അറിയോ? അല്ല, അത് യൂസ് ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിൽ. ആര് യൂസ് ചെയ്യുന്നു? ജനങ്ങൾ തന്നെയല്ലേ യൂസ് ചെയ്യുന്നത്. എവിടെ അത് യൂസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സംഘടനാപരമായിട്ട് നമ്മൾ ജനങ്ങളെ ബോധവാന്മാരാകണം. പല ആളുകൾക്കൊന്നും അതിനെപ്പറ്റി അറിയില്ല. ഈ ഭരണത്തിലേറിയ ഓന്മാരെ തിരിച്ചു വിളിക്കാനുള്ള അവകാശം നമുക്കുണ്ട്, നമ്മൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇല്ലേ? പറയൂ, നിങ്ങൾ പറയൂ സാർ. അതായത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരം അല്ല ഒരു സംഭവം എന്ന് പറഞ്ഞ് പല രീതിയിൽ ഇപ്പൊ കള്ളവോട്ടിന്റെ കാര്യം വരെ എടുത്തു പറയുന്നു. ഓക്കെ, ഇത് നോക്കാനാണല്ലോ ഇവിടെ ഭരണവും ഭരണ സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളും. അത് പരിപാലിക്കപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാത്ത ആര് കുഴപ്പമാണ്? നമ്മൾ ജനങ്ങളായ നമ്മളുടെ കുഴപ്പമാണ്. നമ്മൾ അതിനെ നോക്കണം. അതെ, അതാണ് അതിന് ഞാൻ പറയുന്നത്. ഞാൻ ഒരുത്തനോ നിങ്ങൾ ഒരുത്തനോ പ്രതികരിച്ചുകൊണ്ട് കാര്യമില്ല. പക്ഷെ പ്രതികരണത്തിന്റെ ആഴം എന്ന് പറയുന്നതല്ല, ഓരോ പ്രതികരണങ്ങളാണ്. പ്രതികരണങ്ങളാണല്ലോ ഇവിടുത്തെ മാറ്റങ്ങൾക്ക് കാരണം. അതെ, ആ മാറ്റത്തിൽ നമ്മൾ കൊണ്ടുവരണം. നിങ്ങൾ പറയുന്നത് പ്രതികരിക്കണം എന്നാ? നമ്മൾ ബോധവാന്മാരാവണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് പ്രതികരിക്കണം എന്നാ? പ്രതികരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ പ്രതികരിച്ചില്ല, നമ്മൾ മനുഷ്യനാണോ? അതല്ല നമ്മളുടെ ഏറ്റവും വലിയ ശക്തി. ഒരു മനുഷ്യന്റെ ശക്തി എന്ന് പറയുകയാണെങ്കിൽ ഭരണഘടനാപരമായി നമുക്ക് കിട്ടുന്ന റൈറ്റ് കിട്ടിയില്ലെങ്കിൽ അവിടെ നമ്മൾ പ്രതികരിക്കണം. ഇല്ലാത്തത് നമ്മൾ ഒരു ആക്റ്റീവ് അല്ല. അതിന് വേറെ വേർഡ് ഉപയോഗിക്കും, പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ അത് മോശമായി വരും. മനസ്സിലായില്ലേ? കൊള്ളയടിക്കാണല്ലോ, ഉറപ്പല്ലേ? ഇങ്ങനെ വില കൂട്ടാൻ എപ്പോഴും ഇങ്ങനെ കൂട്ടാൻ ശരിയാവും? അത് ശരിയില്ലേ? എന്നുവെച്ചാൽ സാധാരണ പാവങ്ങൾക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരാം. സിലിണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എത്ര കൂടിപ്പം വളരെ പ്രയാസമാണ്. നിങ്ങൾ പറഞ്ഞാൽ കൊള്ളല്ല, ആളങ്ങനെ പിഴിഞ്ഞെടുക്കാൻ. ആളെ പിഴിഞ്ഞെടുക്കണം. ഓ, ഉറപ്പാണ്. 1-2 രൂപയല്ല കൂട്ടുന്നത്, ഒറ്റയടിക്ക് 110 രൂപ കൂട്ടുകാരൻ. കോടിക്കണക്കിന് ജനങ്ങളുടെ കയ്യിൽ നിന്ന് എത്ര കോടി രൂപയാണ് കൊള്ളയടിക്കുക എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കൊള്ളയടി തന്നെ, വേറെ ഒന്നുമില്ല. ആളെ പൈസ ഇങ്ങനെ പിഴിഞ്ഞെടുക്കാൻ എന്താ വെച്ചാൽ പാവങ്ങള് മനസ്സിലാക്കണ്ടേ? ഇല്ലാത്തവൻ എന്ത് ചെയ്യും? വലിയവനും വരെ വാങ്ങാൻ പറ്റും, ചെറിയവൻ എന്ത് ചെയ്യും? 110 രൂപ കൂടിയാല് സിലിണ്ടറിന് കൂടി എല്ലാ സംഗതികൾക്കും കൂടും. ഹോട്ടലിൽ ഇപ്പോൾ ഒരുക്കി വെക്കണമെങ്കിൽ നല്ല റേറ്റ് കടികൾക്കും ബിരിയാണിക്കൊക്കെ കൂട്ടേണ്ടി വരുമല്ലോ. അങ്ങനെ കൂട്ടിയിട്ട് വില കയറ്റം കൂടി വരികയാണ് ഇവിടെ. അപ്പം എല്ലാവർക്കും ഇപ്പോൾ പ്രശ്നങ്ങൾ തന്നെയാണ് അതിനെ കൊണ്ട്. എന്താണ് ഇത്തരം അവസ്ഥയിൽ ഇന്ത്യ പോകാനുള്ള ഉണ്ടാവുന്ന ഒരു സാഹചര്യം? ഇത് വെച്ചാൽ മൊത്തത്തിൽ വില കൂടി കിടക്കാണ്. ഇപ്പോൾ എല്ലാ സംഗതികൾക്കും വില കൂടി കിടക്കാണ്.
കേന്ദ്ര സർക്കാരിന്റെ വക വലിയ പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പോകുന്നത്. എന്താ അവസ്ഥ ശരിക്കും കള്ളക്കാർ? ഇപ്പൊ എല്ലാവരും സ്ഥിതിയും ഭയങ്കര കച്ചവടങ്ങളാണെങ്കിൽ കുറവാണ്. അതിന്റെ അടുക്കാണ് ഇങ്ങനെ ഓരോരോ സംഗതികൾക്ക് വില കൂടി വരുന്നത്. അപ്പൊ കൂടി വരുമ്പോ നമുക്ക് എല്ലാത്തിനും ഇങ്ങനെ കൂടി വരല്ലേ. അപ്പൊ ഭയങ്കര പരിതാപകരമായിട്ടാണ് ഇപ്പൊ അവസ്ഥ പോണത്. സാധനം അടിച്ചു കൂട്ടേണ്ടി വരും. ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് വില വർദ്ധിപ്പിക്കാൻ പറ്റും, അത് പറ്റൂലല്ലോ. ഇപ്പൊ കസ്റ്റമർ ബുദ്ധിമുട്ടില്ല ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് റേറ്റ് കൂട്ടുമ്പോൾ. അപ്പോൾ നഷ്ടം ഉള്ളതിന് പ്രോഫിറ്റ് കുറച്ചും കൊണ്ടൊക്കെ വിടേണ്ടി വരും. അല്ല ഇപ്പൊ ഉള്ളതിന് ഇപ്പൊ പണിക്കാരിക്കാലും അവർക്കൊന്നും ഇപ്പൊ നമുക്ക് ഗ്യാസിനെ കൂട്ടിന് അതിന് അവരെ സാലറി കുറച്ച് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതായത് 1-2 രൂപയല്ല, ഒറ്റ അടിക്ക് 110 രൂപ കൂട്ടുക എന്ന് പറയുമ്പോൾ അഭിപ്രായം പറഞ്ഞടിക്കും. അതെ, നമ്മള് ഇതിനും കൂട്ടില്ല, വീട് ആവശ്യത്തിനുള്ള ഗ്യാസിനും. അല്ല, ഞാൻ ഈ ഗ്യാസിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻ സാധനമാണ്. ഇത് ജനങ്ങൾ, പാവപ്പെട്ട ജനങ്ങൾ ചായ കുടിക്കാൻ വിചാരിച്ചാൽ എന്താണ് അവസ്ഥ? ഇപ്പൊ മിക്ക സാധനം നമ്മൾ ഗ്യാസിലാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഒരു അധിക ചെലവാണ്. ഇപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഇപ്പൊ സാധനം അടിച്ചു കൂട്ടാൻ പറ്റുന്ന പറ്റൂലല്ലോ. അപ്പൊ നടത്തിക്കൊണ്ടുപോകുന്നു. കേന്ദ്ര സർക്കാർ ഈ ഉപഭോക്താക്കളുടെ തലക്കിട്ട് ഇടയ്ക്കിടയ്ക്ക് അടിക്കും. അപ്പോൾ ഇത് ശക്തമായിട്ട് ജനകീയ മുന്നേറ്റം കൊണ്ട് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ മാത്രമാണ്. ജനകീയ മുന്നേറ്റം കൊണ്ട് മാത്രമേ ഇതിനൊക്കെ അല്പസ്വല്പമെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ കാലാകാലമായിട്ട്, പ്രത്യേകിച്ച് 142 കോടിയിൽ പരം ജനങ്ങൾ അധിവസിക്കുന്ന ഈ രാജ്യത്ത് പകുതിയിലേറെ ആളുകൾക്കും ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ, അതിനെയൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ടും കൊണ്ട് പോവുകയാണ്. തട്ടിമാറ്റാൻ സാധിക്കുന്നില്ല. അപ്പോൾ ജനകീയ മുന്നേറ്റം കൊണ്ട് ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ അലയടിച്ചിട്ട് ഗവൺമെൻറ്റിൽ അതിൻ്റെ അനുരണനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കണം. ജനങ്ങളെല്ലാവരും ബുദ്ധിമുട്ടില്ല ഇപ്പോൾ കാര്യത്തിൽ. ഗ്യാസിൽ ഇത്ര പെട്ടെന്ന് ഇത്ര വില കൂട്ടാതെ പറയുകയാണെങ്കിൽ ജനങ്ങളൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പം എല്ലാവരും ഇത് റെഡിയാണ്. ഭയങ്കര ജനങ്ങളെല്ലാവരും ഒരു പറ്റിച്ച പോലെയല്ലേ. അപ്പോൾ ജനങ്ങൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ. ഇങ്ങനെ രീതിയിൽ കൊള്ളയടിക്കുന്നത് ശരിയാണോ? ശരിയല്ല. ജനങ്ങൾ എത്ര ബുദ്ധിമുട്ട് ഈ കൊള്ളടിക്കാതെ ഭയങ്കര തെറ്റല്ലേ. അപ്പോൾ നമ്മളെ സർക്കാർ പങ്കത്തെ ആൾക്കാരായപ്പോൾ എന്ത് ചെയ്യും? കൊള്ളയടിക്കാണ് ജനങ്ങളെ, തീർച്ചയായിട്ടും കൊള്ളയടിക്കണം. അതായത് സ്ത്രീകൾ, വീട്ടമ്മമാർക്ക് ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ടാണ് ബാങ്കിലേക്ക് പൈസ വരുന്നത് ശരിയാക്കി തന്നത്. പിന്നെ അത് ഒറ്റയടിക്ക് നിർത്തലാക്കി ഗ്യാസിന്, സിലിണ്ടറിന് വില നല്ലോണം കൂട്ടി. അപ്പം അതിൽ വീട്ടമ്മമാർ വളരെ ദുഃഖിതയാണ്. എല്ലാത്തിനും, ഗ്യാസിന് എന്നല്ല, കറണ്ട് ബില്ല്, ഭക്ഷണ സാധനത്തിന് ഒക്കെ പൈസ കൂട്ടിക്കണം. ആണല്ലോ കാരണം ഇപ്പൊ ഹോട്ടലിലൊക്കെ ചായക്കൊക്കെ ഭയങ്കര വില അല്ലേ. എല്ലാ ഭക്ഷണ സാധനത്തിനും ഭയങ്കര വില ആണല്ലോ. ഇതിലിപ്പോ എന്താ ആരോടെയാ പറയാ, എല്ലാരും എല്ലാ സർക്കാരുകളും ചെയ്തു വരുന്ന ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു. കൊള്ളയടിയാണോ? കൊള്ളടി തന്നെയാണ്. ഇപ്പൊ പെട്രോളിനൊക്കെ ആണെങ്കിലും കൊള്ളടി തന്നെയല്ലേ. പെട്രോളിനൊക്കെ ഇപ്പൊ പറയുന്നത് കേൾക്കുന്നത്, ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ പറയുന്നത് കേൾക്കുന്നത് പെട്രോളിന്റെ അന്താരാഷ്ട്ര ലെവലിൽ കൊണ്ട് അവിടെയൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. എല്ലാ സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ. ആരോട് നമ്മൾ പറയത്? ഇനി ആരോട് നമ്മൾ പറയാ? ഈ കൂട്ടണം ഇനി ആരോടാണ് എതിർക്കാനുള്ളതെന്ന് ആര് പറയും? ആര് പറയാനുള്ളൊരു മുണ്ടാക്കല്ലേ ഇവിടെ? അത് മാത്രം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? അത് മാത്രം പറയാനുള്ള മുണ്ടാക്കല്ലേ. ഇവിടെ ഒരു പാർട്ടിക്കാരും പറയുന്നില്ലല്ലോ. ഇന്നലെ സിലിണ്ടറിന്റെ കൂട്ടി ഒരു കാര്യം അതിനെ എതിർത്തിട്ടില്ല ഒരു രാഷ്ട്രീയ പാർട്ടികളും. പ്രതികരിക്കാൻ നിങ്ങൾ പറയുന്നത്? പ്രതികരിക്കണം. ജനങ്ങൾ പ്രതികരിക്കുന്നില്ല. ഇവിടെയുള്ള കേരളത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിക്കുന്നില്ല. 110 രൂപ കൂട്ടാന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ദ്രോഹമല്ലേ. തീർച്ചയായിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭക്ഷ്യ സാധനങ്ങൾ വില കൂടും. വില കൂടുമ്പോൾ ആളുകൾക്ക് ബുദ്ധിമുട്ടാവും. അത് മോശം തന്നെയാണ്. തീർച്ചയായിട്ടും അതിനോട് യോജിക്കുന്നില്ല. എന്താണ് ഇത്തരം കൊള്ളക്കെതിരെ പറയാനുള്ളത്? തീർച്ചയായിട്ടും അത് ആ കൊള്ളക്കെതിരെ നമ്മൾ പ്രതികരിക്കണം. പ്രതികരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും പ്രതികരിക്കുക. ഒരാൾ മാത്രം പ്രതികരിച്ചാൽ സമൂഹം മൊത്തം പ്രതികരിക്കുക, ജനങ്ങൾ മൊത്തം പ്രതികരിക്കുക. അതാണ് അതിന് വേണ്ടത്. കൂടിക്കഴിഞ്ഞാൽ നമ്മളിത് എക്സ്ട്രാ ഇതാക്കിക്കൊണ്ടിരിക്കണ്ടേ. പിന്നെ അതിൽ നമുക്ക് കസ്റ്റമറിന് ചാർജ് കൂട്ടാനും പറ്റില്ല. നിങ്ങൾ എങ്ങനെ പൂട്ടിക്കുക എന്നുള്ള പരിപാടിയാണോ? അതിപ്പം ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുന്നല്ലേ എല്ലാ പ്രാവശ്യം, എല്ലാ മാസം അല്ലെങ്കിൽ പിന്നെ 2 മാസം 3 മാസം കൂടുമ്പോൾ കുറേശ്ശായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് പറയാനുള്ളത് സർക്കാരിനോട്? ഇങ്ങനെ 1-2 പൈസ അല്ല, 100, 110, 120 രൂപ കൂട്ടുന്നേ. അത് ഭയങ്കര അധികമാണ്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അറിയാലോ, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ വില കൂടാന്നുള്ള സംഭവം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാന്ന് വെച്ചാൽ വില കൂടിയില്ലേ. വില കൂടിയാണ് ഇപ്പോഴത്തെ ചെലവ് എങ്ങനെയാണ്.
ഒരാൾക്ക് ഒരു ദിവസം എത്ര കൂലി കിട്ടുന്നുണ്ടാവും? ആ കൂലി വെച്ചിട്ട് ഒരാൾ പുറത്ത് പോയിട്ട് ചായ പിടിക്കുമ്പോഴൊക്കെ ഇത് ഒത്തുപോവോ? 2014 കൂലിയല്ല ഇപ്പൊ കിട്ടിക്കൊണ്ടിരുന്നവര്, അത് ശരിയാണോ, കുറവാണോ, കൂടുതലാണോ? കുറവാണ്. 2014 എല്ലാത്തിനും വില കുറവാണല്ലോ. ഇപ്പൊ വില കൂടി വരികയല്ല എല്ലാത്തിനും. എത്രത്തോളം ജനങ്ങളെ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാവും? എന്തായാലും ബുദ്ധിമുട്ടാവും. വാണിജ്യ സിലിണ്ടറിന് ഒറ്റയടിക്ക് കൂട്ടിയത് 110 രൂപ. ജനങ്ങളുടെ അഭിപ്രായങ്ങളാണ് നിങ്ങൾ കേട്ടത്. നന്ദി, നമസ്കാരം.